ഓക്കെ, ക്ലീൻ ചെയ്തോ. പെട്ടെന്ന് കുക്ക് ചെയ്തിട്ട് പാക്ക് ചെയ്തിട്ട് നമ്മൾ ഇന്ന് ബീച്ചിൽ പോയിട്ട് കുറച്ച് കുട്ടികളെ വിൽ മേക്ക് സ്മൈൽ. വാ താനിയ, ഗുഡ് ഗേളാ. ചിക്കൻ കഴിക്കി ടയർഡായോ? എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആയിരിക്കും തോന്നുന്നുണ്ട് ചിക്കൻ കഴിക്കണത്. അതാ ആരൊക്കെയാ കണ്ടില്ലേ കിച്ചണിൽ? ആരാതാ? ഇസാൻ. ഇസാൻ നീ ചെയ്യണം. ഞാൻ ആദ്യം എല്ലാത്തിനും ചിക്കൻ ഇടട്ടെ. നല്ല മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് നല്ല മഴക്കാറ്. ഓക്കെ, ക്ലീൻ ചെയ്തോ. ഇതെല്ലാം ക്ലീൻ ചെയ്തോ കേട്ടോ. എനിക്കിതെല്ലാം കട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ എടുക്കണം, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോ എടുക്കണം. നമ്മൾ നോർമലി ഇപ്പോൾ ചാലഞ്ചസ് അല്ലെങ്കിൽ ഫാമിലി വ്ളോഗൊക്കെ എല്ലാം എടുത്ത്, അപ്പോൾ ഇന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോ. വി ആർ മേക്കിംഗ് സം പീപ്പിൾ സ്മൈൽ. നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ കുറച്ച് ഫുഡ് ഉണ്ടാക്കിയിട്ട് നമ്മളെല്ലാവരും, കുട്ടികളും ഞാനെല്ലാവരും ഒരു ഫുഡ് സിമ്പിളായിട്ടുള്ളൊരു ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഇവിടെ തന്നെ പാക്ക് ചെയ്തിട്ട് നമ്മൾ നമ്മളിവിടെ ബീച്ചിൽ കുറച്ച് കുട്ടികൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോവാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ പെട്ടെന്ന് ഉണ്ടായ ഒരു പ്ലാനാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ ബിരിയാണി ഉണ്ടാക്കാൻ കുറച്ച് സാധനങ്ങൾ മതിയല്ലോ. അപ്പോൾ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആയതുകൊണ്ട് നമ്മളതെല്ലാം പെട്ടെന്ന് കുക്ക് ചെയ്തിട്ട് പാക്ക് ചെയ്തിട്ട് നമ്മൾ ഇന്ന് ബീച്ചിൽ പോയിട്ട് കുറച്ച് കുട്ടികളെ വിൽ മേക്ക് സ്മൈൽ. ഇത് വലിയ സംഭവമൊന്നുമില്ല കേട്ടോ. ഇത് നമ്മൾ ലൈക്കോ സബ്സ്ക്രൈബേഴ്സോ ഫോളോവേഴ്സോ കിട്ടാൻ വേണ്ടിയല്ല ചെയ്യുന്നത്. കുറച്ച് ലൈക്ക് അവർ സ്മൈൽ ചെയ്യുമ്പോൾ വി മേക്ക് ആർ സെൽഫ് സ്മൈൽ. അവരെ കാണുമ്പോൾ നമ്മൾ ഹാപ്പിയാവും, കുട്ടികളെ ഹാപ്പിയാവും. കുറച്ച് ദേ വിൽ അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ ഓഫ് ഓൾ ദിസ് ബ്ലെസ്സിങ്സ്. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾക്കത് കണ്ടിട്ട് ചെറിയ രീതിയിലൊരു ഇൻസ്പിറേഷൻ കിട്ടിയാൽ ഇറ്റ്സ് എ ബിഗ് തിങ് അല്ലേ? അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇവിടെ തക്കാളി, ഉള്ളി എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. എല്ലാം ഉണ്ട്, ഓൾറെഡി ഉള്ളതാണ്. അപ്പോൾ ചിക്കന് റെഡിയാണ്. അപ്പോൾ ഞാൻ റൈസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊക്കെ ഒരു ചെറിയ സന്തോഷങ്ങളാണ്. അതുകൊണ്ട് വലിയ അവരെ ലൈഫ് മാറാൻ പോകും അങ്ങനെയൊന്നുമല്ല. പക്ഷെ ഒരു ചെറിയൊരു ഹാപ്പിനെസ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങൾ. ദാറ്റ്സ് ഇറ്റ്. വാ താനിയ, ഗുഡ് ഗേളാ. നമ്മൾ ഫുഡ് ഉണ്ടാക്കാനുള്ള എല്ലാം റെഡി ആയിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ചിക്കൻ കഴിക്കി ടയർഡായോ? എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആയിരിക്കും തോന്നുന്നുണ്ട് ചിക്കൻ കഴിക്കണത്. അല്ല താനിയ, ഫാസ്റ്റ് ശ്രദ്ധിക്കണം കേട്ടോ താനിയ. യു നീഡ് ടു ബി കെയർഫുൾ. ഞാനും ഷെജിനായിരുന്നു ഇതുവരെ പെട്ടെന്നൊരു പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ ഇപ്പോൾ ഷെജിനില്ല, പെട്ടെന്നൊരു മീറ്റിംഗ് വന്നു. അപ്പോൾ ബാംഗ്ലൂരിലാണിപ്പോൾ. അപ്പോൾ എന്തായാലും ഇത് ഒന്ന് ചെയ്യാൻ വിചാരിച്ചു. കുഴപ്പമില്ല, ഷെജിനില്ലെങ്കിലും ഞാനും കുട്ടികളും ഒരുമിച്ച് എല്ലാം ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഒന്ന് വീഡിയോ കോൾ ചെയ്ത് നോക്കാം. എവിടെയാണെന്ന് നോക്കാം, നമ്മളിവിടെ സെറ്റാണോ എന്നും പറയാം. ഓക്കെ. ഹലോ ഷേജ്. എന്താ നമ്മളിതാ ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങളൊരു മിസ്സിങ് ഉണ്ട് ഇവിടെ. നമ്മൾ പ്ലാൻ ചെയ്തല്ലോ. അതെ എല്ലാം. അപ്പോൾ ഇന്ന് തന്നെ എല്ലാം ചെയ്യാൻ വിചാരിച്ചു. അതാ ആരൊക്കെയാ കണ്ടില്ലേ കിച്ചണിൽ? ആരാതാ? ഇസാൻ. അല്ലെങ്കിൽ തീരൂല പെട്ടെന്ന്. അതന്നെ, ഫുഡ് ഉണ്ടാക്കി തീർക്കണ്ടേ. ഇസാനി താനിയതാ ഇപ്പോൾ കട്ട് ചെയ്തു, വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നുണ്ട്. ബിരിയാണി റൈസ് കുറച്ച് മുന്നേ വാങ്ങി വെച്ച റൈസും ഇപ്പോൾ വാങ്ങി വെച്ച റൈസ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാം. പെട്ടെന്ന് ഉണ്ടാക്കുന്ന ബിരിയാണി ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. ഇവിടെ ഒരാൾ പറയണേ എൻ്റെ ബർത്ത്ഡേ വ്ളോഗ് ഷൂട്ട് ചെയ്യോ. താനിയ കെയർഫുള്ളാ. അല്ല താനിയ, ഇത് തനിക്ക് ചെയ്യാൻ പറ്റില്ല, മമ്മ ചെയ്യാം കേട്ടോ. മതി. പെർഫെക്ഷൻ കുറച്ച് കൂടി പോയത്.
ഓക്കെ, മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ ചിക്കൻ കുറച്ചൊന്ന് മാരിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേഗം ഇതിലേക്ക് ഇടാം. ഇസാൻ കട്ട് ചെയ്ത് മിൻറ്റ് ലീവ്സ്, തൈര് ഇടട്ടെ. അപ്പോൾ അതിന് മെഷർമെൻ്റ് ഒന്നുമില്ല, എക്സ്പീരിയൻസ്, ബിരിയാണി ഉണ്ടാക്കി എക്സ്പീരിയൻസ്. നൈസ്. 2 kg ആണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അത്ര ഇവിടെ കഴിയുള്ളൂ ഉണ്ടാക്കാൻ. ഓക്കെ, എന്താ നിഹാൽ കയ്യിലെന്താ? അങ്ങനെ റൈസ് ഏകദേശം കുക്കാവാനായിട്ടുണ്ട്. മസാല ഓൾമോസ്റ്റ് ഇപ്പം ഒരു 10 minutes കുക്കാവും. ഇനി ഇത് രണ്ടും മിക്സ് ചെയ്ത് ദമ്മിട്ടിട്ട് നമുക്ക് പാക്കിങ് തുടങ്ങാം. ഞാൻ ഷെജിനെ മിസ് ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മളിങ്ങനെ ഒരുമിച്ച് പോയി ചെയ്യണം വിചാരിച്ചതായിരുന്നു. ഇങ്ങനെ വീട്ടിൽ കുക്ക് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അത് വേറൊരു ഫീലിംഗ് ആണ്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, അത് നമ്മൾ കുറച്ച് ദമ്മിടുമ്പോൾ ഇതൊക്കെ സെറ്റാണ്, എല്ലാം കറക്റ്റാണ്. ഇത് ലാസ്റ്റ് സ്റ്റേജാണ്. ദമ്മിടട്ടെ. പാക്ക് ചെയ്യാ താനിയ, പാക്ക് ചെയ്യാ. ഇസാൻ നീ ചെയ്യണം. ഞാൻ ആദ്യം എല്ലാത്തിനും ചിക്കൻ ഇടട്ടെ, അത് കഴിഞ്ഞിട്ട് നീ വേഗം ചെയ്തോട്ടോ. ഇതെങ്ങനെ അറിയില്ലേ? ഇതെങ്ങനെ ക്ലോസ് ചെയ്യാറില്ലേ? ആ വല്ല വല്ല ഇത് പറ്റുമോ? ഓക്കെ, അപ്പോൾ പാക്ക് ചെയ്തെല്ലാം സെറ്റായി. നമ്മളിപ്പോൾ ഇറങ്ങുകയാണ്. അപ്പോൾ ബീച്ചിലേക്ക് പോവാണ്. നമുക്ക് നോക്കാം. ഗുഡ് ലക്ക്. നല്ല മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് നല്ല മഴക്കാറ്. Thanks, madam. Da. Thanks, madam. खाना ലഞ്ച് കൊടുക്കാൻ പോയിട്ട് ഇപ്പോഴാണ് തിരിച്ചെത്തുന്നത്. ഫുൾ ബ്ലോക്കിൽ വിട്ടു, ഫുൾ മഴ, ഫുൾ ബ്ലോക്കിൽ, ഇത്രയും നേരം ബ്ലോക്കിലായിരുന്നു. പക്ഷേ അറ്റ് ലാസ്റ്റ് ഇറ്റ് വാസ് എ നൈസ് ഇറ്റ് വാസ് നൈസ് ഡേ. നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്തു. ആകെ ഇതിലൊരു ഷെജിനില്ല. ഞങ്ങൾ രണ്ടാളും കുറച്ച് പ്ലാൻ ചെയ്ത്, പക്ഷേ ഷെജിനില്ല ഇതിൽ. നെക്സ്റ്റ് ടൈം ഷെജിൻ്റെ കൂടെ നമുക്കിത് സെറ്റാക്കാം. പക്ഷേ എന്തോ ഒരു നല്ലൊരു ഹാപ്പിനെസ്, ഒരു ഫീലിംഗ്, നല്ലൊരു ഫീലിംഗ് ഇഷ്ടമായി. Bye guys.